എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഫുള്ള് മറ്റേ മുല്ലപ്പൂ മയമാണ്. സായിക്കാണെങ്കിലും സായിനെ ഫുള്ള് മുല്ലപ്പൂ മണത്തോണ്ടിരിക്കാന്നാണ് ഒരു കരക്കമ്പി. അത് എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനലിലും എല്ലാ സാധനം എല്ലാ ഏരിയയിലൊക്കെ വെച്ച് പപ്പി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ സായി ജാഫർക്കന്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത്. ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി. അങ്ങനെ സായി ജാസ്മിൻ ഏജന്റാണ്, മുല്ലപ്പൂ ഏജന്റാണ് എന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പുറത്ത് വിട്ട യൂട്യൂബേഴ്സും എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല. ആൾക്കാരെ നമുക്കറിയാം. എല്ലാവരും നമുക്ക് കാര്യമായിട്ടുള്ള എല്ലാ പരിചയവും ഞങ്ങൾക്കുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്കിടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് 45 മിനിറ്റോളം സായിയും ജാഫർക്കയും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജാഫർക്ക പറഞ്ഞു സായിനോട്, നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്റെ അറിവിൽ സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവിൽ സായിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. നിങ്ങളെല്ലാം എന്ത് മനുഷ്യന്മാരാടോ, വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഇല്ലാവചനം പറയരുത് കേട്ടോ. ആ പാവം സായിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നുന്നു? നിങ്ങളിങ്ങനെ ഈ വെറുതെ വായിൽ വരുന്ന ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പാവം സ്നേഹിച്ച് എത്ര വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അല്ല, ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. സായി നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നോ? സായിനെ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞു തന്നാ. നടക്കുന്ന കാര്യം വല്ലതും പറ, അതും സായിനെ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ട് പറയുമോ? കാരണം സായി പുറത്തിരിക്കുന്ന സമയത്ത് ഈ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് സായി എങ്ങനെ? നിങ്ങൾ പാവം സ്നേഹിച്ച് അത്രയ്ക്കും വിഷമം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പൊട്ടിത്തെറിച്ചത് കേട്ടോ. നിങ്ങളിങ്ങനെ പറയാതെ നിങ്ങൾ ഇതിൻ്റെ തെളിവുകൾ ഇറക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ എല്ലാവചനം പറയരുത്. അത് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നിങ്ങൾ തെളിവുകൾ നടത്തണം. തെളിവുകൾ ജാസ്മിൻ്റെ ഉപ്പ നമ്മുടെ സായിനെ വിളിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ വേണം. അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സായി. അതായത് കൂട്ടത്തിൽ നമ്മുടെ ടോപ്പ് 1 വരാൻ പറ്റിയ ഒരാളാണ് സായി. അയാളെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്നത്. ഓക്കെ, നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യം പറയരുത് കേട്ടല്ലോ. ഒരു മിനിറ്റ്, ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ. വിവിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ. വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനലല്ലേ. എന്താന്ന് അവൻ പറയുന്നത്? അയ്യോ, ഒരു മിനിറ്റ്. ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ, പല അടിച്ചു കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും. വല്ല പെൺപിള്ളേരെ പാവാടത്തൊക്കെ പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോനോട് അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഇപ്പൊ. അത് തന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിലും ഒരു പറ്റുമെങ്കിൽ. അതെ, ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അതെ സ്നേഹിച്ചി, സോറി, ക്ഷമിക്കണം. ചെറിയൊരു തെളിവ് വന്നിട്ടുണ്ട്. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പ്രൂഫുണ്ട്. 45 മിനിറ്റൊന്നുമില്ല, പക്ഷേ കുറച്ച് സമയം സംസാരിക്കുന്നതിൻ്റെത് നമ്മുടെ വിവി പുറത്ത് വിട്ടിട്ടുണ്ട്. അത് പിന്നെ ഇത്രയും നേരം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, എടോ സായിയും ജാസ്മിൻ്റെ ഉപ്പയും തമ്മിൽ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കേട്ടത്. എമ്മാതിരി തെറി, എൻ്റെ പൊന്ന് ഗബ്രി, നിനക്ക് ഇതെല്ലാം കേട്ടിട്ട് എങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റുന്നത്? ഞാൻ ബിഗ് ബോസിൻ്റെ ആ
ക്രൂവിൻ്റെ കൂടെ പോയിട്ട് കുറച്ച് നാൾ ഇത് കഴിയുന്നവരെങ്കിലും എന്തെങ്കിലും അടിമപ്പണിയെങ്കിലും എടുത്തിട്ട് അവിടെ നിൽക്കായിരുന്നു. വെറുതെ പുറത്തോട്ട് ഇറങ്ങിയല്ല. ഇതിപ്പം എൻ്റെ പൊന്ന് ജാഫർക്ക, നമ്മുടെ ഗബ്രി മാത്രമാണോ പാവാടത്തുമ്പ് പിടിച്ച് അവിടെ നടന്നുകൊണ്ടിരുന്നത്? അല്ല, നമ്മുടെ ജാസ്മിൻ പുള്ളിക്കാരൻ്റെ കൈ ഇങ്ങനെ പിടിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരനിങ്ങനെ ഗബ്രിക്ക് ഇങ്ങനെ പാവാടേൻ്റെ തുമ്പ് പിടിക്കേണ്ടി വന്നത്. അല്ലാതെ ഗബ്രീനെ മാത്രം കുറ്റം പറയുന്നത് മോശമല്ലേ ജാഫർക്കേൻ്റെ പ്രശ്നം ഇതാണ്. ജാഫർക്ക് എന്ത് ചെയ്യും? ജാഫർക്കാരൻ്റെ കുട്ടി അവിടെ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ ബാക്കിയുള്ളവർക്കിടെ നേരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലിഗേഷൻസ് പറയുകയാണ്. അവരെക്കുറിച്ച് എന്താ പറയുക, വീഡിയോ ഇട്ടിട്ടുണ്ടെ പ്രശ്നം, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞാൽ പ്രശ്നം. എടോ, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അവിടെ. അതായത് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് അവിടെ ഒന്നായിട്ട് നടന്നത്. അല്ലാതെ ഗബ്രി പുറകേ നടന്ന് ശല്യപ്പെടുത്തുമല്ലായിരുന്നു. നമ്മുടെ ഈ വോയിസ് കേൾക്കുമ്പോൾ അറിയാലോ, നമ്മുടെ സായി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എങ്ങനെ ഗെയിം മറന്നുപോയി എന്നുള്ളത് ഈ ഒരു വോയിസ് കേട്ടറിയാം. അപ്പോൾ സ്നേഹിച്ച്, നിങ്ങളുടെ സായിയുടെ അമ്മായിയുടെ മോളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നല്ല പറഞ്ഞേ. അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരുമാണ്, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമായിരുന്നു എന്നുള്ളതാണ് ജാഫർ ഖാൻ്റെ ഈ ഒരു കോളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ പ്രൂഫ് വന്നിട്ടുണ്ട്. അപ്പോൾ സായി അവിടെ പോയിരിക്കുന്നത് തന്നെ വെറുതെ അല്ല, പുള്ളി അവിടെ ഗെയിം മറന്നത്, നിങ്ങളെല്ലാം മറന്നത് അതുകൊണ്ടാണ്. അതായത് ജാസ്മിനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കി എടുക്കണം. ഈ ഒരു കൊട്ടേഷനും മേടിച്ചിട്ടാണ് സായി അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. പക്ഷെ സായി പാവം അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ഈ ഒരു പേരും പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ പുള്ളിക്കാരനെ എന്ത് ചെയ്തു? നോമിനേറ്റും ചെയ്തു. സാരമില്ല, ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് സഹായം ചെയ്താൽ അവസാനം 8ൻ്റെ പണി കിട്ടും എന്നുള്ളതിനൊരു ഉദാഹരണമാണിത്. ഏത്? ഈ ഒരു സംഭവം. എന്തായാലും ജാസ്മിൻ മോളെ ബിഗ് ബോസിൻ്റെ വകയും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സായി പുറത്തു നിന്ന് ഉള്ളിലേക്ക് പോയപ്പോഴും അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിലിങ്ങനെ കുഴഞ്ഞും മറിഞ്ഞിങ്ങനെ ജാസ്മിൻ്റെ കപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചുറ്റും നിന്ന് നന്നായിട്ട് പണിയുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഈ ആഴ്ച സായി ഇതിൽ വന്നിട്ടുണ്ട്. ഏത്? നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് പോയ ആളാണ് സായി. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ സിജോയിൻ്റെ ആർമീനെ കൂട്ടുപിടിച്ചുകൊണ്ട് സിജോയും സായും നമ്മൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളെ പോലെയാണ് അവിടെ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ സിജോ ആർമിക്കാർ നമ്മൾ സായിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തോന്നടേ ഇത്? സായി അവിടെ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? അത് പറ. സായി അവിടെ എന്ത് ഗെയിം കളിച്ചിട്ടാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ സായിനെ ഇഷ്ടമാണ്. പക്ഷേ സായി അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കണ്ണനായി മാറിയില്ലേ? ഇനി എന്ത് ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ സ്നേഹിച്ച്, സംഭവം പ്രൂഫൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ മാറ്റി പറയുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെന്തോ ഇരയിട്ട് കൊളുത്തി എന്നൊക്കെ പറയും. എന്തോന്നൊരു വീണെടുത്ത് കിടന്ന് ഉരുളല്ല. എന്തായാലും സംഭവം ജാസ്മിനും സായിയും തമ്മിൽ മികച്ചൊരു അന്തർധാര സജീവമാണ്. പക്ഷേ ഇത് ജാസ്മിൻ അറിയില്ല. അതുകൊണ്ട് ജാസ്മിൻ അവിടെ ഇപ്പോൾ കളിക്കുന്നത് തന്നെ സായിക്കെതിരെയാണ്. ജാസ്മിനാണ് ഇപ്രാവശ്യം നോമിനേഷനിലിട്ടത്. കഴിഞ്ഞ പ്രാവശ്യം സായിനെ നോമിനേഷനിലിട്ടത് ജാസ്മിനാണ്. ഇതാണ് പ്രശ്നം. വെറുതെ പോയി കുരയ്ക്കുന്ന പട്ടീൻ്റെ കയ്യിൽ നിന്നും കടി മേടിച്ചു. സാധാരണ കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ലല്ലോ. പക്ഷേ കുരയ്ക്കുന്ന പട്ടിയുടെ കയ്യിൽ നിന്ന് കടി മേടിക്കുന്ന ആ ഒരു അവസ്ഥയായി പോയി ഇപ്പോൾ സായിൻ്റെ അവസ്ഥ. സഹായിക്കാൻ വേണ്ടി പോയതാ, അവസാനം എന്തായി? ജാസ്മിൻ നോമിനേഷനിൽ പിടിച്ചിട്ട്. ഇത്രയേ ഉള്ളൂ.